നമസ്കാരം, ഞാൻ നജീബ് ഓടതല. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതേ 1 കിലോ അടയുടെ പാലടയാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. നമുക്ക് പിടിയിലൊക്കെ വാ. ആദ്യം തന്നെ നമുക്ക് അട വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കിടക്കണം. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ പൊക്കോളും കേട്ടോ. അട വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അട ഇടുവാണ് കേട്ടോ. ഞാനിപ്പോൾ 1 കിലോ സൂരജിൻ്റെ അടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. സൂരജ്, ലക്ഷ്മിയൊക്കെ നല്ല അടയാണേ. നമുക്ക് 1 മിനിറ്റ് ടൈം ഒന്ന് വേവിച്ചാൽ മതിയേ. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് വേവിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ കറക്റ്റ് വേവ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് ടൈം നമുക്ക് വേവിക്കാം. അങ്ങനെ 1 മിനിറ്റ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി 3/4 മണിക്കൂർ ഈ വെള്ളത്തിൽ തന്നെ അട കിടക്കണം. എന്നാലാണ് ആ കറക്റ്റ് പരുവത്തിലേക്ക് വരുവുള്ളേ. അട അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പായസം വെക്കാനുള്ള ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാരമൽ ആക്കണം. നമുക്കിന്ന് സഹായത്തിന് നമ്മുടെ ചെനീക്കാണ്ട്. ഞാൻ കാരമൽ ആക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് കാരമൽ ആക്കാതെ നാച്ചുറൽ കളറിനാണെങ്കിൽ ഒരു 10-15 ലിറ്റർ പാലുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് വറ്റിച്ച് അങ്ങനെ നാച്ചുറൽ കളർ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് കാരമലാക്കിയിട്ട് കളറാക്കുന്നത് കേട്ടോ. 15 ലിറ്റർ പാലിലൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ വീടുകളിലൊന്നും അത് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 ലിറ്ററിൽ ചെയ്യുന്നത്. നമുക്ക് 20 പേർക്കുള്ള പായസത്തിൻ്റെ കണക്ക് ഞാൻ കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. നമുക്കൊരു 1/2 കിലോ പഞ്ചസാര ഇതിലാദ്യം ഇട്ടിട്ട് കാരമലാക്കാം. ചെനീക്കാം. ഒരു 1/2 കിലോ പഞ്ചസാര ഇട്ടാൽ കുറച്ച് പട്ടെ. ആ യെസ്. കാരമൽ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി അതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കുവാണ്. ഡയറക്റ്റ് കാരമലിലേക്ക് പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 1 കിലോ അടക്കം 10 ലിറ്റർ പാല് കേട്ടോ. പാല് ചേർക്കുവാണേ. 1 കിലോ അടക്ക് 2.25 കിലോ പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. അതിൽ 1/2 കിലോ പഞ്ചസാര നമ്മൾ കാരമലാക്കി ബാക്കിയുള്ള പഞ്ചസാര പാലിലേക്ക് ഇടുവാണേ. മുക്കാൽ മണിക്കൂർ ഇപ്പം അട ആ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. ഇനി അട കോരി എടുക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. അതിൻ്റെ കൊഴുപ്പ് പോകാൻ വേണ്ടിയാണേ. അത്യാവശ്യം ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളിയൊക്കെ മൊത്തം പോയി നല്ല സെറ്റായിട്ട് അട കിട്ടും കേട്ടോ. അപ്പോൾ പാലൊരു 40% പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അട ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അട ഇട്ടിട്ടുണ്ട്. ഇനി അടയും പാലും കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരുവമായിട്ടുണ്ട് കേട്ടോ. അത് ഈ ലെവലിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതാ, ആഹാ, നല്ല കളറും നല്ല പൊളപ്പം കളറും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 100 ഗ്രാം അൺസാൾട്ട് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. ഉപ്പില്ലാത്ത ബട്ടർ ചോദിച്ച് വാങ്ങിക്കണം. ആ, നല്ല പൊളപ്പനായിട്ട് കിടക്കാം കേട്ടോ. ഇനി ഇതിരുന്ന് ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. ലാസ്റ്റായിട്ടേ നമുക്കൊരു 3 കദളിപ്പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ കദളിപ്പഴം വരുമ്പോൾ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. സാധാരണ പാലട ചേർക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മളത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 3 നല്ല ഇതായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചേക്കുവാണ്. ഈ കദളിപ്പഴം എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ
സ്റ്റോറിൽ കിട്ടും കേട്ടോ, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തന്നെ ടൈറ്റായി കേട്ടോ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ഗ്ലാസ്സിൽ കൊടുക്കണ പരുവാണ്. ഇനി ഒന്നും കൂടെ ഇരുന്ന് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇല വിളമ്പാൻ പറ്റും. ടൈറ്റ് ആവും പെട്ടെന്ന്, ആറും തോറും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓണത്തിന് എല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിക്കണേ. നമ്മളെ പരിപ്പ് പായസവും ഉണ്ട്, നമ്മുടെ വീഡിയോയിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. പരിപ്പ് പായസം കഴിഞ്ഞ ഓണത്തിന് ചെയ്തതാണ്. പായസം ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത കുറച്ച് ഫ്രണ്ട്സിന് അറിയാം കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് പായസം വേണമെന്ന്. അപ്പോൾ അവർക്ക് ആദ്യം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാവേ. ഓക്കെ, അങ്ങനെ ടേസ്റ്റിയായിട്ട് നമ്മുടെ റിജാസും ചെനീക്കായും വന്നിട്ടുണ്ട്. പപ്പടവും പഴവും കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. ബോളിയില്ലാത്തതുകൊണ്ട് പപ്പടവും പഴവും. അങ്ങനെ പപ്പടവും പഴവും കൂടി ഞെരടി ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഇനി അതിലേക്ക് പായസം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആഹാ, ചെനീക്കാവാ. സൂപ്പറാ. പൊളപ്പം സാധനമാണല്ലേ ശനി. അങ്ങനെ നമ്മുടെ പായസത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.